ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽ സമയത്ത് ആരാധനയുള്ള ബന്ധത്തിൽ ഒരു വേദഭാഗം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. സങ്കീർത്തനം 75 അതിൻ്റെ 1, 2, 9 3 വാക്യങ്ങൾ വായിക്കുവാൻ തക്കൊണ്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. സങ്കീർത്തനം 75 1, 2 അതിൻ്റെ 9 വാക്യം. ദൈവമേ, ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു, ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ നാമം അടുത്തിരിക്കുന്നു, ഞങ്ങൾ നിന്റെ അതിശയപ്രവൃത്തികളെ ഘോഷിക്കുന്നു. സമയം വരുമ്പോൾ ഞാൻ നേരോടെ വിധിക്കും. അതിൻ്റെ 9 വാക്യം. ഞാനോ എന്നേക്കും പ്രസ്താവിക്കും, യാക്കോബിൻ്റെ ദൈവത്തിന് സ്തുതി പാടും. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇവിടെ നമുക്ക് സങ്കീർത്തനക്കാരൻ വലിയവനായിരിക്കുന്ന ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അത് 2 പ്രാവശ്യം എടുത്തു പറഞ്ഞിരിക്കുന്നു. ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു, ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഇതുകൊണ്ടാണ് ഇപ്രകാരം താൻ പറയുവാൻ തക്കുന്ന കാരണമായി തീർന്നത്. സ്തോത്രം ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തോ ചില കാരണങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്. നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങളുമായിട്ട് നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാറുണ്ട്, പ്രാർത്ഥനയിലും സമയം ചെലവഴിക്കാറുണ്ട്. എന്നാൽ സ്തോത്രം എന്ന് പറയുമ്പോൾ ദൈവം ചെയ്തിട്ടുള്ളതായിരിക്കുന്ന അതൊരു പക്ഷെങ്കിൽ നമ്മുടെ രീതിയിൽ നമുക്കത് തിന്മയ്ക്കായിട്ട് തോന്നാം, അല്ലെങ്കിൽ നന്മയ്ക്കായിട്ട് തോന്നാം. എന്തായിരുന്നാലും എല്ലാ കാര്യങ്ങളിലും എല്ലാ സ്ഥാനത്തും നാം ദൈവത്തിന് സ്തോത്രം ചെയ്യേണ്ടവരാണ്. അതാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. 2 പ്രാവശ്യം എടുത്ത ഒരേ വാക്യത്തിൽ തന്നെ സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗൗരവം എത്രമാത്രം വലുതാണെന്നുള്ളത് നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. ആമേൻ ആമേൻ എന്ന് പറയുമ്പോൾ സത്യമായും അതിന് വേറൊരു കണ്ടീഷൻ ഇല്ല. അതേ, തീർച്ചയായിട്ടും നിങ്ങൾ സ്തോത്രം ചെയ്യണം. അപ്പോൾ സ്തോത്രം ചെയ്യണമെന്നുണ്ടെങ്കിൽ വചനത്തിൽ ചില വേദഭാഗങ്ങൾ കൂടി നമുക്ക് വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇവിടെ ഇസ്രായേൽ മക്കൾ ദൈവത്തിന് സ്തോത്രം ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്നത്? അവിടെ എഴുതിയിരിക്കുന്നത്, ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു, ഞങ്ങൾ നിന്നോട് നിന്റെ നാമം അടുത്തിരിക്കുന്നു, ഞങ്ങൾ നിന്റെ അതിശയ പ്രവൃത്തികളെ ഘോഷിക്കുന്നു. 2 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, നിന്റെ നാമം അടുത്തിരിക്കുന്നു, അതായത് സമീപസ്ഥനായിരിക്കുന്ന ഒരു ദൈവം. അതുപോലെ തന്നെ രണ്ടാമത്, ഞങ്ങൾ നിന്റെ അതിശയപ്രവൃത്തികളെ ഘോഷിക്കുന്നു. 2 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കാരണമായിട്ട്. എന്തുകൊണ്ടാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യേണ്ടത്, എന്തുകൊണ്ടാണ് ദൈവത്തെ സ്തുതിക്കേണ്ടത്? 2 കാര്യങ്ങൾ. ഒന്നാമത്, നിന്റെ നാമം അടുത്തിരിക്കുന്നു, നിന്റെ അതിശയപ്രവൃത്തികൾ ഘോഷിക്കുന്നു. അവൻ സമീപസ്ഥനാണ് എന്ന് പറയുമ്പോൾ, ദൈവം സമീപസ്ഥനാണ് എന്ന് പറയുമ്പോൾ നാം ഒറ്റയ്ക്കല്ല, നമ്മോട് കൂടെ നമ്മുടെ ദൈവമുണ്ട്. നമ്മോട് കൂടെയുള്ള ഒരു ദൈവം, ആ ദൈവം ആരാകുന്നു എന്നുകൂടി നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ദൈവത്തെ സ്തുതിക്കാതിരിക്കുവാൻ കഴിയില്ല. രണ്ടാമതായിട്ട്, നിന്റെ അതിശയപ്രവർത്തികളെ ഞാൻ ഘോഷിക്കുന്നു. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്തിട്ടുള്ള അതിശയങ്ങൾ എന്താണ്? അതുകൂടെ നമ്മളൊന്ന് ഓർത്ത് നോക്കുമ്പോൾ നമുക്ക് എങ്ങനെ ദൈവത്തെ സ്തുതിക്കാതിരിക്കുവാൻ കഴിയും? 2-3 വേദഭാഗങ്ങൾ ഞാൻ ഇതിനോടുള്ള ബന്ധത്തിൽ ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. 145 സങ്കീർത്തനം 18 വാക്യം. യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകുന്നു. ദൈവത്തെ വിളിക്കുന്ന ഒരു ജനം, ആ ജനത്തിന് ദൈവം പറയുകയാണ്, ഞാൻ സമീപസ്ഥനാണ്. ഞാൻ സമീപസ്ഥനാകുമ്പോൾ ഇതുവരെ നിന്നോട് കൂടി ഉണ്ടായിരുന്നവർ മാറിപ്പോകും. എന്നാൽ ഇപ്പോൾ എന്നെ വിളിച്ചപേക്ഷിക്കുന്ന നാൾ മുതൽ ഞാൻ നിന്നോടുകൂടി ഉണ്ടാകും, ഞാൻ നിനക്ക് സമീപസ്ഥനാകും. അങ്ങനെയെങ്കിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കണ്ടേ, ദൈവത്തെ സ്തോത്രം ചെയ്യണ്ടേ? ദൈവത്തിന് സ്തോത്രം ചെയ്യണം. അതിൻ്റെ 44 സങ്കീർത്തനത്തിൻ്റെ 1 വാക്യം നമുക്ക് നോക്കാം. 44 സങ്കീർത്തനത്തിൻ്റെ 1 വാക്യം. ദൈവമേ, പൂർവ്വകാലത്ത് ഞങ്ങളുടെ പിതാക്കന്മാരുടെ നാളുകളിൽ നീ ചെയ്ത പ്രവൃത്തി. നോക്കുക, ദൈവമേ, കഴിഞ്ഞ കാലത്ത് ദൈവം ചെയ്തിട്ടുള്ളതായിരിക്കുന്ന പ്രവൃത്തി, ഇപ്പോഴല്ല, കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരുടെ നാളുകളിൽ നീ ചെയ്ത പ്രവൃത്തി അവർ ഞങ്ങളോട് വിവരിച്ചിരിക്കുന്നു. ഇപ്പോൾ അവർ ജീവനോട് ഇല്ല, എങ്കിലും വലിയവനായിരിക്കുന്ന ദൈവം
ചെയ്തിട്ടുള്ളതായിരിക്കുന്ന അതിശയ പ്രവർത്തികൾ തൻ്റെ മക്കളോട് വിവരിച്ചിരിക്കുന്നു. അതുമാത്രമല്ല, ഞങ്ങളുടെ സ്വന്തം ചെവി കൊണ്ട് ഞങ്ങൾ കേട്ടുമിരിക്കുന്നു. പ്രിയരെ, ഇതും ഒരു കാരണമാണ് ദൈവത്തെ സ്തുതിക്കുവാൻ. ഇതും ഒരു കാരണമാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ. എന്തിന് ഞാൻ ദൈവത്തെ സ്തുതിക്കണം, എന്തിന് ഞാൻ ദൈവത്തെ സ്തുതിക്കണം? വാസ്തവത്തിൽ ഇന്ന് നമ്മുടെ ജീവിതത്തോടെ ബന്ധത്തിൽ നോക്കുമ്പോൾ അവൻ നമുക്ക് സമീപസ്ഥനല്ലേ. അവൻ എത്രയോ പ്രാവശ്യം ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. ഞാൻ നിന്നോട് കൂടിയുണ്ട്, ഞാൻ നിന്നോട് കൂടിയുണ്ട്, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. അതേ കർത്താവേ, അതേ പ്രിയരെ, ദൈവം നമ്മോട് കൂടെയുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കണം. പിന്നെ അതിശയ പ്രവർത്തികൾ, എത്രമാത്രം അതിശയ പ്രവർത്തനങ്ങളാണ് അത് ഇസ്രായേൽ മക്കളോട് ബന്ധത്തിൽ ദൈവം ചെയ്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അതിലും വലിയ അതിശയമല്ലേ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്തിരിക്കുന്നത്? സ്വന്തം പുത്രനെ ഈ ലോകത്ത്, ഈ ഭൂമിയിലേക്ക് അയച്ച് തൻ്റെ സമ്പൂർണമായിട്ട് ആ കാൽവറിയിൽ യാഗമായി തീരുവാൻ തക്കോണം താൻ അനുഭവിച്ചതായിരിക്കുന്ന വ്യഥകൾ ഏതെല്ലാം രീതിയിൽ തനിക്ക് കടന്നു പോകേണ്ടതായിട്ട് വന്നു. പിതാവായിരിക്കും ദൈവത്തിൻ്റെ ക്രോധാഗ്നിയിൽ കൂടി കടന്നു പോകേണ്ടതായിരിക്കുന്ന അവസ്ഥ വന്നില്ലേ? അങ്ങനെ അതൊരു വലിയൊരു അതിശയമല്ലേ? ആ വലിയ അതിശയം ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തിരിക്കുമ്പോൾ നാം ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ ആവർത്തന പുസ്തകം 4-33 വാക്യത്തിൽ നാം വായിക്കുന്നത്, ഏതൊരു ജാതിയെങ്കിലും നീ കേട്ടതുപോലെ തീയുടെ നടുവിൽ നിന്ന് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുകയും ജീവനോടിരിക്കുകയും ചെയ്തിട്ടുണ്ടോ? നോക്കുക, വലിയവനായിരിക്കും ദൈവം പ്രവർത്തിച്ചിട്ടുള്ള ആ അതിശയ പ്രവർത്തനങ്ങൾ. പിന്നെ അതിൻ്റെ 4-7 വാക്യത്തിൽ, നമ്മുടെ ദൈവമായ യഹോവയോട് നാം വിളിച്ചപേക്ഷിക്കുമ്പോൾ ഒക്കെയും അവൻ നമുക്ക് അടുത്തിരിക്കുന്നു പോലെ ദൈവം ഇത്ര അടുത്തിരിക്കുന്ന ശ്രേഷ്ഠ ജാതി ഏതുള്ളൂ? ആ തൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളായിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതന്നെയല്ലേ പറയാനിരിക്കുന്നത്? ഇതുപോലൊരു ശ്രേഷ്ഠ ജാതി എവിടെയുണ്ട്? നമുക്ക് അടുത്തിരിക്കുന്ന, നമ്മോട് കൂടിയിരിക്കുന്ന ഒരു ദൈവം. ഈ കർത്താവിനെ നാം സ്തുതിക്കേണ്ടത് ആവശ്യമല്ലേ? ഈ 75-ാം അധ്യായം നമ്മൾ 4 വിഭാഗിക്കുകയാണെങ്കിൽ അതിൻ്റെ 1 വാക്യത്തിൽ ജനം ദൈവത്തെ സ്തുതിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. അതിൻ്റെ 2-3 വാക്യങ്ങൾ ദൈവം ജനത്തോട് സംസാരിക്കുന്നു. അതിൻ്റെ 4-5 ദൈവം ദുഷ്ടനോട് സംസാരിക്കുന്നു. അതിൻ്റെ 6 മുതൽ 10 വരെ സങ്കീർത്തനക്കാരൻ ജനങ്ങളോട് സംസാരിക്കുന്നു. അതിൻ്റെ 9-ാം വാക്യത്തിൽ ആസാവ് ദൈവത്തെ സ്തുതിക്കും, ഞാൻ ദൈവത്തെ സ്തുതിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നതായിട്ട് ഇത് നമുക്ക് ഈ 75 സങ്കീർത്തനം നാം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതെ, ഞാൻ ദൈവത്തെ എന്തിനു സ്തുതിക്കണം? നാം ഈ 4 വേദഭാഗങ്ങൾ വായിച്ചല്ലോ. താൻ നമുക്ക് സമീപസ്ഥനായിട്ടുണ്ട്. നാം ഒറ്റയ്ക്കല്ല. ആരെല്ലാം മാറിപ്പോയാലും നമ്മുടെ ദൈവം നമ്മോട് കൂടെയുണ്ട്. അവൻ നമുക്ക് സമീപസ്ഥനായിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കണം. രണ്ടാമതായിട്ട് അവൻ്റെ അതിശയ പ്രവർത്തനങ്ങൾ, ആ ഇസ്രായേൽ മക്കളോട് ജീവിതത്തിൽ ചെയ്തിട്ടുള്ളതായിരിക്കുന്ന അതിശയ പ്രവർത്തനങ്ങൾ വർണ്ണിച്ചുകൊണ്ട് ആസാവ് പറയാണ്, അവനെ എത്രമാത്രം ദൈവത്തെ സ്തുതിക്കണം. അങ്ങനെയെങ്കിൽ പ്രിയരെ, നാം ഇവിടെ കൂടിവരിക്കും നമുക്ക് എത്രമാത്രം അധികമായിട്ട് നാം ദൈവത്തെ സ്തുതിക്കേണ്ടത് ആവശ്യമാണ്. കാരണം ആ കാൽവരി ക്രൂശിൽ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ച് ആ കർത്താവായ യേശു ക്രിസ്തുവിനെ നാം എത്രമാത്രം സ്തുതിക്കേണ്ട ആവശ്യമായിരിക്കുന്നു. ഒരു സമയം വരുമെന്ന് 2-ാം വാക്യത്തിൽ നാം കാണുന്നത് ഇപ്രകാരമാണ്, സമയം വരുമ്പോൾ ഞാൻ നേരോടെ വിധിക്കും. അപ്പോൾ ഒരു സമയം വരുമെന്ന് ആസാവിന് അറിയാമായിരുന്നു. ഈ സമയം ഭൂതകാലത്തെയും വർത്തമാനകാലത്തെയും ഭാവി കാലത്തെയും സൂചിപ്പിക്കുന്നതാണ്. ഭൂതകാലത്ത് ഭാഗികമായി ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ അത് വന്നിരുന്നു. ഭാഗികമായിട്ട് ഈ സമയം നമ്മുടെ ജീവിതത്തിലും വന്നു. കഴിഞ്ഞ കാല ജീവിതത്തിൽ അതാണ് അപ്പോൾ വായിച്ചതായിരിക്കും വേദഭാഗത്തിൽ വലിയവനായിരിക്കുന്ന ദൈവം ഏതെല്ലാം രീതിയിൽ തങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചുവോ ആ കാര്യങ്ങളെല്ലാം ആ സമയം ഒരു ഭാഗികമായിട്ട് ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ നടന്നു. ഇനി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു, ഇനി നടക്കുവാനിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഈ സമയം നമ്മുടെ ജീവിതത്തിലും വന്നു. എപ്പോഴാണ് ചോദിച്ചു കഴിഞ്ഞാൽ 2000 വർഷങ്ങൾക്ക് മുൻപ് ഈ കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിൻ്റെ സകല മഹിമകളും വെടിഞ്ഞ് ഈ താണഭൂമിയിലേക്ക് കടന്ന് കാൽവരി ക്രൂശിലേക്കുള്ളതായിരിക്കുന്ന യാത്ര, അത് ഭാഗികമായിട്ട് ദൈവത്തിൻ്റെ സമയം അത് ഭാഗികമായിട്ട് നടന്നു. അതിൽ നമുക്ക് രക്ഷ ലഭിച്ചു എന്ന് നാം മനസ്സിലാക്കിയിരിക്കുന്നു. നമ്മുടെ പാപങ്ങൾ അത് മരണയോഗ്യമായതായിരുന്നെങ്കിൽ തന്നെയും നമ്മുടെ പാപങ്ങൾക്ക് മരിച്ച് തൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തത്താൽ സാധ്യമായ നിത്യജീവൻ നമുക്ക് അവകാശമായി തീർന്നിരിക്കുകയാണ്. ദൈവ നിയന്ത്രണത്തിലായിരുന്ന സമയം,
താൻ തിരഞ്ഞെടുത്ത സമയത്ത് പൂർണ്ണമായി താൻ ശരിയാക്കും. ഞാൻ നിശ്ചയിച്ചിരിക്കുന്ന സമയത്ത് പ്രവർത്തിക്കുകയും നിവർത്തിക്കുകയും ചെയ്യുമെന്ന് വലിയവനായിരിക്കും ദൈവം പ്രഖ്യാപിക്കുകയാണ്. എന്ത്? തീർച്ചയായിട്ടും ഞാൻ നിശ്ചയിച്ചൊരു സമയമുണ്ട്, ആ സമയത്ത് ഞാൻ പ്രവർത്തിക്കും, അവ നിവർത്തിക്കുകയും ചെയ്യുമെന്ന് ദൈവം പ്രവചിക്കുന്നു. കൂടാതെ വർത്തമാനകാലം ഭാവി കാലത്തും ഈ ദൈവം തൻ്റെ സമയത്ത് നമ്മെ അനുഗ്രഹിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കണം. അതേ ഭാവി കാലത്ത് നമ്മുടെ കഷ്ടതകളിലും പ്രയാസങ്ങളിലും അതിലെ സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും കാലങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ നാം ഒരു കാര്യം നാം മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ സമയം തക്ക സമയത്ത് വന്നുകൊണ്ടിരിക്കും, തീർച്ചയായിട്ടും വരും. അതുകൊണ്ട് അത് നമ്മൾ വിശ്വാസ കണ്ണുകളാൽ കണ്ടുകൊണ്ട് നമുക്ക് നാം ദൈവത്തെ സ്തുതിക്കണം. 2000 വർഷങ്ങൾക്ക് മുൻപ് വലിയവനായിരിക്കും ദൈവത്തിൻ്റെ ആ സമയത്തിൻ്റെ ഒരു ഭാഗമായി കാൽവരി ക്രൂശിൽ നിവർത്തിക്കപ്പെട്ടു. തൻ്റെ പരമയാഗത്താൽ നമുക്ക് രക്ഷ ലഭിച്ചു. അതുകൊണ്ട് ഈ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഇനിയും പൂർണ്ണമായും തൻ്റെ അനുഗ്രഹത്തിൻ്റെ സമയം വരും എന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ആ ദൈവത്തെ സ്തുതിക്കാം. അവസാനമായി ആസാബ് ദൈവത്തെ സ്തുതിക്കുന്നു. 75-ാം അധ്യായത്തിൽ 9-ാം ഭാഗത്തിൽ കാണുന്നു, ഞാനോ എന്നേക്കും പ്രസ്താവിക്കും, യാക്കോബിന് ദൈവത്തിന് ഞാൻ സ്തുതി പാടും. ആസാബ് എന്നേക്കും സ്തുതി പാടുമെന്ന് പറയുമ്പോൾ പ്രിയരെ, നാം എത്രമാത്രം സ്തുതി പാടണം. ഈ രാവിലെ സമയത്ത് ആ കാൽവറിയിലേക്ക് നമുക്ക് നോക്കാം. പരമയാഗമായി തീർന്ന കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് നമുക്ക് നോക്കാം. അവൻ അനുഭവിച്ചതായിരിക്കുന്ന കഷ്ടതയും വേദനകളെയും നമുക്ക് ഓർക്കാം. നമ്മോട് ഇത്രമാത്രം കരുണ കാണിക്കുവാൻ തക്കണം. നമുക്ക് ദൂരസ്ഥരായിരുന്നു അവൻ നമ്മെ സമീപസ്ഥരാക്കി തീർന്ന ആ കാൽവരി ക്രൂശിലെ സ്നേഹം, ആ സ്നേഹത്തെ നമുക്ക് ഈ സമയത്ത് ഓർക്കാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളെ നമ്മൾ ഓർത്തുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. അതേ ആസാവ് 75-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു പറയുവാൻ കാരണമായി തീർന്നത് തൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്തിട്ടുള്ളതായിരിക്കുന്ന, വിശേഷാൽ ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളതായിരിക്കുന്ന ആ വൻ കാര്യങ്ങൾ, അവരെ ആരുമില്ലാത്തതായിരിക്കുന്ന ശത്രുക്കളുടെ മധ്യത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം തങ്ങൾക്ക് രുചിച്ചറിയുവാൻ കഴിഞ്ഞതുകൊണ്ട് തങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യും, ദൈവത്തിനെ സ്തുതിക്കും എന്ന് പറയുകയാണ്. പ്രിയരെ, അതിലേക്കാളും വലിയവനായിരിക്കുന്ന ദൈവം നമ്മോട് കാണിച്ചതായിരിക്കുന്ന കരുണാദയ എത്രമാത്രം വലുതാണ്. നാം അവനെ സ്തുതിക്കുന്നില്ല എങ്കിൽ, നാം അവനെ മഹത്വപ്പെടുത്തുന്നില്ല എങ്കിൽ നാം നന്ദിയില്ലാത്തവരായി തീരുകയല്ലേ ചെയ്യുന്നത്. ആ സങ്കീർത്തനക്കാരനോടൊപ്പം തന്നെ ഇന്ന് രാവിലെ സമയത്ത് നമുക്ക് ഈ ദൈവത്തെ സ്തുതിക്കാം, നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.